بسم الله الرحمن الرحيم يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام يا رب الأنام نحن نضع الألم بين أيديك يا كشف الغمام سماؤنا بخل مياؤها شؤوننا فيك رجاؤها سماؤنا بخل مياؤها شؤوننا فيك رجاؤها حياتنا غير فسادها حسراتنا نرجو ذهابها. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. وربك يخلق ما يشاء ويختار وما كان لهم الخيرة سبحان الله وتعالى عما يشركون. وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون. من സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഓരോരുത്തരും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അതിന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവർ ഈ മഹാനേട്ടം ഏത് സന്ദർഭത്തിലും ഓർത്തുകൊണ്ട് റബ്ബിന് പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അപ്രകാരം
ഈ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും പാടുപെടുക. അതിനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ സന്ദർഭത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഹദീസ് നിഷേധികൾക്ക് മറുപടി നൽകുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ. സ്വഭാവപരമായ കാര്യങ്ങളോടായിരുന്നു നാം കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ട് വിടവാങ്ങിയത് അല്ലെങ്കിൽ സമാപിച്ചത്. വഴിക്ക് വഴി അനുസരിച്ച് ഇന്ന് ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റ് അൽ അഖായിദ്, വിശ്വാസപരമായ കാര്യങ്ങൾ എന്നതാണല്ലോ. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഉള്ള വിശാലത, ഉള്ള പ്രാധാന്യം അറിയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് ശ്രദ്ധ ചെലുത്തി അത് പഠിച്ചിരിക്കണം, പഠിക്കാനും മനക്കെട്ടിരിക്കണം എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്തരം പ്രാധാന്യങ്ങൾ അർഹിക്കേണ്ട, നൽകേണ്ട ഒരു സബ്ജക്റ്റാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിക ചികിത്സ എന്ന തലക്കെട്ട് നൽകാവുന്നതാണ്. വിശുദ്ധ മതം, നമ്മുടെ മതം, അള്ളാഹു ഇറക്കിയ മതം, നബിമാരിലൂടെ ലോകത്തിലേക്കെത്തിയ മതം, ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയ മതം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് നന്മയ്ക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ട് അതെല്ലാം ഈ മതത്തിലുണ്ട്. ബുദ്ധിജീവി ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകൃതി മതത്തിലേക്ക് എത്തേണ്ടതാണ്. ലോകത്തിൽ ആർക്കെല്ലാം ഈ പ്രകൃതി മതത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, അവൻ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല, ബുദ്ധി ഉപയോഗിക്കേണ്ടതുപോലെ എന്ന് നമുക്ക് കരുതാം. കാരണം അത്രയും കൂടുതൽ നന്മകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് മൊഴി പറയും പോലെ പാരമ്പര്യം ഇസ്ലാമിലൂടെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ പരിസരക്കാരും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കാനേഷ്മാരി മുസ്ലിങ്ങളാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ച് വേണ്ടതുപോലെ ആഴത്തിറങ്ങി പഠിക്കാൻ മുസ്ലിങ്ങളെന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനം പരിശ്രമിക്കാറില്ല. ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് കടന്നു വരുന്നവർ ഇസ്ലാമിന് നൽകുന്ന പ്രാധാന്യം പോലെയുള്ള പ്രാധാന്യം അങ്ങനെയുള്ളവർ നൽകാറുമില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദമ്മാമിൽ നടന്ന മഹാസമ്മേളനത്തിൽ നിങ്ങൾ പത്രത്തിലൂടെയും മറ്റും വായിച്ചു കാണും. ഞാൻ അവിടെ മറ്റു 1500-ൽ പരം പേര് പങ്കെടുത്തവരുടെ ഹൃദയം ഞെട്ടിയതുപോലെ എന്നെയും വേദനിപ്പിച്ച വാർത്തകളായിരുന്നു. 2 അമുസ്ലിം സുഹൃത്തുക്കളിൽ അഭ്യസ്തവിദ്യരായ 2 വ്യക്തികൾ, അവരെക്കുറിച്ച് അവർ സംസാരിച്ചു. അവരുടെ കഥ, അവരെങ്ങനെ മതത്തിലേക്ക് കടന്നു വന്നു എന്നതിനെക്കുറിച്ചും മറ്റും. അതിൽ ഒരു വ്യക്തി പറയുകയുണ്ടായി, അത് നമുക്ക് കേട്ട് പരിചയമുള്ളതാണെങ്കിലും അദ്ദേഹം ഖേദത്തോടു കൂടി പ്രയാസത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഈ മതത്തെ ശരിക്ക് പഠിച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് ഞാൻ കടന്നു വന്നതാണ്. മുസ്ലിങ്ങളിലൂടെയല്ല, മുസ്ലിങ്ങളെ നോക്കിയാണെങ്കിൽ ഞാൻ ഈ മതത്തിലേക്ക് കടന്നു വരികയില്ലായിരുന്നേനെ എന്ന് മുസ്ലിങ്ങൾ 1500 മുസ്ലിങ്ങളെ നോക്കി പറയണം മൂപ്പര്.
അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. പുതുമുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിക്ക് മുസ്ലിം തറവാട്ട് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. കുട്ടി നമസ്കരിക്കുന്ന കാണുന്നില്ല. മൂപ്പരാണെങ്കിൽ ഒരൊത്ത് ഒഴിക്കുകയും ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ അയാൾ വളരെ ഖേദത്തോടു കൂടി ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ എന്ത് മതമാണ് പഠിച്ചത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണോ വളർത്തേണ്ടത്? കെട്ടിയ കുട്ടിക്ക് പെണ്ണിന് നമസ്കരിക്കാൻ അറിയുകയില്ല, നമസ്കാരം പരിചയമില്ല. ഞാൻ നമസ്കാരത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് മതം പഠിച്ചു വന്നതാണ് ഈ മതത്തിലേക്ക്. അങ്ങനെയുള്ള നമസ്കാരം എനിക്ക് കെട്ടിച്ചെന്ന പെണ്ണിന് അറിയില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ സ്ഥിതി മുസ്ലിങ്ങളിൽ. ഇത് ഖേദത്തോടു കൂടി അവർ രണ്ടുപേര് പറഞ്ഞു. രണ്ടുപേർക്കും പലതും പറയാനുണ്ടായിരുന്നു. ജുമാ കഴിഞ്ഞിട മുതൽ അസർ വരെയുള്ള ടൈമിൽ വെറും ഭക്ഷണം കഴിക്കാനുള്ള ടൈം ഒഴിച്ച് ബാക്കിയുള്ള ടൈം മുഴുവനും രണ്ടുപേരുടെ കഥ പറയലായിരുന്നു. അത് കേട്ട് പലരും കരയുകയും പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നാമും ഒന്ന് പഠിക്കണം. നമ്മുടെ മതത്തിൻ്റെ നന്മകൾ ആഴത്തിലിറങ്ങി പഠിക്കാനുള്ള ചാൻസുകൾ ഈ യുഗത്തിലുള്ളതുപോലെ ഏത് യുഗത്തിലുമില്ല എന്നതാണ് പച്ചപരമാർത്ഥം. ഏറ്റവും എളുപ്പം നമ്മുടെ മുമ്പിലുള്ള നെറ്റാണ്. നെറ്റിൽ തുറന്നാൽ നമുക്ക് നന്മ വേണമെന്നുദ്ദേശിക്കുന്നവർക്ക് സത്യം പറയുന്നവരുടെ കാസറ്റുകൾ, CD-കൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പുസ്തകങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, സ്പീച്ചുകളുണ്ട്, ചർച്ചകളുണ്ട്, എല്ലാമുണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ നിങ്ങളുടെ ഈ സദസ്സിൽ നടക്കുന്നതായ ക്ലാസ്സുകൾ തന്നെ എവിടെയെല്ലാം മലയാളികളുണ്ട് അവിടെയെല്ലാം കേൾക്കാൻ പറ്റുന്ന രൂപത്തിലും വായിക്കാൻ പറ്റുന്ന രൂപത്തിലും നോട്ടായി ഇറങ്ങി നിങ്ങൾക്കറിയാം. അതൊക്കെ അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ എന്നതാണ് ദുഃഖം. ആരുടെ മൊബൈലിൽ പരിശോധിച്ചാൽ 29 കുറച്ചോ കൂടുതൽ ഓർമ്മയില്ല ഭാഷകളിലുള്ള പരിഭാഷകൾ ഇറക്കി ഖിബലയുടെ ഭാഗം മനസ്സിലാക്കാനുള്ള സൗകര്യം ചെയ്ത് ഇസ്ലാമിക മൊബൈലാക്കി മാറ്റി ഒരു സുഹൃത്ത് ഇന്ത്യയിൽ കണ്ടുപിടിച്ച വാർത്ത പത്രത്തിൽ വായിച്ചു, അറബ്യൻ പത്രങ്ങളിൽ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, മുസ്ലിമാണ്, അദ്ദേഹം പറയുകയാണ് 180 20 കോടി അല്ലേ, അതിൽ 180 മില്യൺ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയാണ് മുസ്ലിങ്ങൾ? 20 കോടി അല്ലേ? 20 കോടി. അയാൾ പറഞ്ഞ 180 മില്യനാണ്. അപ്പോൾ 1,80,00,000,000 ഇത് 18 കോടി. സോറി, ഏതായാലും അയാൾ പറയാണ്, ഈ മുസ്ലിങ്ങളൊക്കെ ഈ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മഹാ നേട്ടമാണ്. അത് ഉപയോഗിക്കുമോ, അതിനുള്ള ആവശ്യമുണ്ടോ അവർക്ക്, അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്നതിലാണ് മൂപ്പർക്ക് സംശയം, കണ്ടുപിടിച്ച വ്യക്തിക്ക്. എന്തുകൊണ്ട്? നമ്മുടെ കൂടെ മൊബൈലുണ്ട്. പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൊബൈലിൽ പള്ളിക്ക് പോകുന്നവരുടെ മൊബൈലിൽ വരേക്കും മ്യൂസിക്കാണ്. അതെങ്കിലും ഒഴിവാക്കിക്കൂടെ? അവൻ എപ്പോഴും ശ്രദ്ധിച്ചോളണമെന്നില്ലല്ലോ പൊട്ടിയോ ഇല്ലേ എന്നുള്ളത്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ അള്ളാഹ് കർശനമായ ഭാഷയിൽ ഖുർആനിൽ വിരോധിച്ചതായ മ്യൂസിക് അവിടെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഗായകന്മാരായ തോന്നിവാസികളുടെ ശബ്ദ കോലാഹലങ്ങൾ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മുസ്ലിങ്ങളുടെ ഖുശൂഉം ഖുദൂഉം നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള രൂപത്തിലാക്കി മാറ്റുക എന്നതാണ് നാം ഇപ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളിൽ കാണുന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും പ്രയാസപ്പെടുത്താം. നാം വല്ലവർക്കും ഫോൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വല്ലവർക്കും ഫോൺ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നാം ഇങ്ങോട്ട് കേൾക്കാറുള്ളത് അവിടുന്ന് എന്താണ്? മ്യൂസിക്കോ പാട്ടോ തോന്നിവാസമോ അനാചാരമോ ആണ്. അതെങ്കിലും അവനേതായാലും തെറ്റിയാണ്, മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് തെറ്റിപ്പിക്കുക. അതിൽ നിന്നിട്ടെങ്കിലും മുക്തരാവാൻ പരിശ്രമിക്കാറില്ല പലപ്പോഴും. വേദനിപ്പിക്കുകയല്ല.
നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട്. കുറവാണ് നാം പറയൽ, വീഴ്ചയാണ് നാം പറയൽ. എന്തുകൊണ്ട്? വീഴ്ച നാം മനസ്സിലാക്കിയാൽ എന്നെ കെറ്റാൻ സാധിക്കും. നന്മകൾ പറയേണ്ട ആവശ്യമില്ല. വെറുതെ രോമം പൊങ്ങാൻ മാത്രം പറയാൻ നമ്മളിൽ നന്മയും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതം. റസൂൽ പറഞ്ഞങ്ങനെയാണ്, 1000-ൽ ഒരാൾ സ്വർഗത്തിൽ, 999 പേര് നരകത്തിൽ. അള്ളാഹു നമ്മെ ആ ഒരാളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹ്ക്ക് എളുപ്പമാണ്. അതെ, ആരും പ്രയാസപ്പെടേണ്ട. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വിശാലമാണ്. ഇസ്ലാമിക ചികിത്സ എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഞാൻ നിങ്ങളെ ഉണർത്തിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഇറക്കിയ മതമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം നന്മ ഇവിടെ ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അതെ, പക്ഷേ എന്ത് ഇവിടെ അള്ളാഹു ചെയ്യുകയാണെങ്കിലും അള്ളാഹു അതിന് കാരണം നൽകാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, കാരണമില്ലാതെ ഒന്നുമില്ല. നമുക്ക് സമ്പാദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പാദ്യം നൽകാൻ തീരുമാനിച്ചാൽ, നാം വിരിപ്പിൽ കിടക്കുമ്പോൾ ഇന്ത്യയിൽ നൽകാൻ സാധ്യതയുള്ള റബ്ബ് അതിന് കാരണമായി വിസ ഉണ്ടാക്കി തന്നു, കാരണമായി ജോലി ഉണ്ടാക്കി തന്നു, കാരണമായി ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നു. അല്ലേ? അതൊരു കാരണമാണ്. ആ കാരണം അനിവാര്യമാണ്. അസ്ബാബ് നമുക്കറിയാവുന്നതുപോലെ കല്യാണം കഴിക്കുന്നത് കാരണമാണ്. എന്തിനുള്ള? കുട്ടികൾ ഉണ്ടാവാൻ. പക്ഷേ കാരണമുണ്ടായാൽ തന്നെ എന്തായിക്കൊള്ളണമെന്നില്ല, റിസൾട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലേ? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ വയുസവ്വിജുഹും ദുകുറാനൻ വഇനാസാ വയഹബു ലിമൻ യശാഉ വയജഅലു മൻ യശാഉ അഖീമാ. അങ്ങനല്ലേ? എന്താണ്? അള്ളാഹുവിനാണ് ആകാശഭൂമിയിലുള്ളത് സാർവതും. ഇഷ്ടമുള്ള ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്യാണം കഴിച്ചതായ വിഭാഗത്തിന് എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളെ നൽകുന്നു. പിന്നെ ഇഷ്ടമുള്ളവർക്ക് പെൺകുട്ടികളെ നൽകുന്നു. ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുന്നു. ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലാതെയാക്കി മാറ്റുന്നു. ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഷ്ടം. അതിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല. അതെ, റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ എന്ന വൈറ്റുള്ളതായ പദം ഞാനിവിടെ കളിപ്പിക്കാറുണ്ട് പലപ്പോഴും. റബ്ബുക യഖ്ലുഖു മാ യശാ, നിന്റെ നാഥൻ അവൻ ഇഷ്ടമുള്ളത് അവൻ സൃഷ്ടിക്കും. വയഖ്താർ, അവൻ ഇഷ്ടമുള്ളതിന് അവൻ സെലക്ട് ചെയ്യും. മാ കാന ലഹുമുൽ ഖിയറത്തു മിൻ മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് അതിൽ യാതൊരു കയ്യുമില്ല. അവരുടെ ഖിയാറിന് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടത്തേക്ക് അവസാനിച്ചു. അള്ളാഹ് കുട്ടിയെ തന്നാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാ, തന്നിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാ. നിന്നെ തന്നെ അള്ളാഹ് നിന്നെ തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ലേ, അതെന്നെ അനുഗ്രഹമല്ലേ. നിനക്ക് കുട്ടി വന്നില്ലെങ്കിലും നീ വന്നില്ലേ? നീ ഉദ്ദേശിച്ചിട്ട് വന്നതാണോ? അള്ളാഹ് ഉദ്ദേശിച്ചിട്ട് വന്നതല്ലേ? അതെ, പറഞ്ഞു വരുന്നത് കാരണമുണ്ടായാലും എന്തായിക്കൊള്ളണമെന്നില്ല, കാരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാറ്റിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാരണം വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ചിലപ്പോൾ കാരണം അനുവദിക്കപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ അനുവദിക്കപ്പെടാത്തതായിരിക്കും. അനുവദിക്കപ്പെട്ടതായ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹിലൂടെ സന്താനമുണ്ടാവുക എന്നതാണ്. അനുവദിക്കപ്പെടാത്തതായ കാരണം അത് നിക്കാഹില്ലാതെ വ്യഭിചാരമുണ്ടാക്കുക, വ്യഭിചാരത്തിലൂടെ സന്താനമുണ്ടാവുക എന്നതാണ്. അത് നസ്ൽ പെരുക്കാൻ കാരണമല്ല, നസ്ൽ അതിലുണ്ടാവുകയുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന മക്കൾ ആരുടെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നസ്ലില്ല, സന്തതി പരിക്കുക എന്നത് അതിലൂടെ ഉണ്ടാകുന്നതല്ല. പിന്നെ കുഴപ്പമാണ് സൃഷ്ടിക്കപ്പെടുക അതിലൂടെ. അതുപോലെ തന്നെ മുഹറമായ സാധനത്തിലൂടെ സമ്പാദിക്കാൻ സാധിക്കലുണ്ടാവാം. ചിലപ്പോൾ കാരണം മുഹറമാവും. കട്ട് കാശുണ്ടാക്കുക, തട്ടിപ്പ് ചെയ്ത് കാശുണ്ടാക്കുക, വെട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുക. അല്ലേ? അങ്ങനെ സംഭവിക്കാറില്ലേ? പലിശ വാങ്ങിയിട്ടോ പലിശ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടോ കൊടുത്തിട്ടോ വഞ്ചിച്ചിട്ടോ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടോ അല്ലെങ്കിൽ തൂക്കത്തിലും അളത്തത്തിലും കുറച്ചിട്ടോ വർദ്ധിപ്പിച്ചിട്ടോ ഇതെല്ലാം സമ്പാദിക്കാൻ പറ്റുന്ന ശൈലിയാണ്. അത് കാരണങ്ങളാണ് പക്ഷേ അതെന്താണ്? മുഹറമായ കാരണം. എന്ത് കാരണം? വിരോധിക്കപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ കാരണങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാരണങ്ങൾ എല്ലാം ഹലാലായിക്കൊള്ളണമെന്നില്ല. ചിലത് ഹറാമായിരിക്കും, ചിലത് ഹലാലായിരിക്കും. പക്ഷേ നാം ഇഷ്ടപ്പെടേണ്ടതും നാം കണ്ടെത്തേണ്ടതും എന്തിനെ മാത്രമാണ്? ഹലാലായ കാരണങ്ങളെ മാത്രമാണ്.
അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രോഗത്തെയും ഇറക്കി, രോഗത്തോടൊപ്പം ചികിത്സയെയും ഇറക്കി. ഈ ചികിത്സ എന്നതിനെ രോഗം മാറാനുള്ള കാരണമാക്കി മാറ്റുകയും ചെയ്തു. അതെ, പക്ഷേ കാരണമുള്ളതോടുകൂടി ചികിത്സ ചെയ്തതോടുകൂടി രോഗം മാറണമെന്നുണ്ടോ? ശ്രദ്ധിക്കണം, വിശ്വാസപരമായ കാര്യമാണ് നമ്മുടെ വിഷയം. രോഗം മാറണമെന്നുണ്ടോ? ഇല്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ മാറും, ഇല്ലെങ്കിൽ മാറൂല. മാതൽ മുദാവി വൽ മുദാവ വല്ലദി ജലബദ്ദവാ വബാഅഹു വമനിഷ്തറാ. മാതൽ മുദാവി വൽ മുദാവ വല്ലദി ജലബദ്ദവാ വബാഅഹു വമനിഷ്തറാ. ചികിത്സിക്കുന്ന ആളും മരിക്കുന്നു, ചികിത്സിക്കപ്പെടുന്ന ആളും മരിക്കുന്നു, മരുന്ന് കൊണ്ടുവരുന്ന ആളും മരിക്കുന്നു, മരുന്ന് വാങ്ങുന്ന ആളും മരിക്കുന്നു, മരുന്ന് വിൽക്കുന്ന ആളും മരിക്കുന്നു, എല്ലാവരും മരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ചികിത്സ എന്നത് ഇവിടെ ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെയും രോഗം മാറിക്കൊള്ളണമെന്നില്ല. എത്രയോ പേര് രോഗം മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നു, രോഗത്തിൽപ്പെട്ടുകൊണ്ട് അതിൽ മരിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇനി മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ മരണം വരെ രോഗത്തിൽപ്പെടുന്നു. ചിലർ പറയുന്നു ഇത് രോഗമാണ്. അല്ല, രോഗം മാറാനുള്ള ചികിത്സയുണ്ട് ഇവിടെ. റസൂൽ പറയുന്നു, അലിമഹു മൻ അലിമ മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വഅൻസല മഅഹു ദവാഅ. ഇവിടെ അല്ലാഹു രോഗത്തെ ഇറക്കുമ്പോൾ അതിന് ചികിത്സയും ഇറക്കുന്നുണ്ട്. അലിമഹു മൻ അലിമ, പഠിച്ചവൻ പഠിക്കുന്നു, അറിയുന്നവൻ അറിയുന്നു. വജഹിലഹു മൻ ജഹില, അറിവില്ലാത്തവർക്ക് അറിവില്ലാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ചികിത്സ എന്നത് എന്തല്ല? ചികിത്സ എന്നത് രോഗം മാറാൻ കാരണമാണ് എങ്കിലും ആ ചികിത്സ എന്ന ആ കാരണം ഉപയോഗിച്ചതുകൊണ്ട് എന്തായിക്കൊള്ളണമെന്നില്ല, രോഗം എല്ലാവരുടെയും മാറിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹീഹ് ഹദീസിൽ, അൽ ഹബ്ബത്തുസ് സൗദാ ശിഫാഉം മിൻ കുല്ലി ദാഇ ഇല്ലസ്സാം. അല്ലേ, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഹബ്ബത്ത് സൗദ എന്ന കരിഞ്ജീരകം നമ്മൾ പറയാം, അല്ലേ? ഹബ്ബത്ത് സൗദ എന്നത് എല്ലാ രോഗത്തിനും ശിഫയുണ്ട്, അതിൽ മരണമൊഴിച്ച് മരിക്കേണ്ടി വന്നാൽ അതിന് ശിഫയില്ല. മറ്റതൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്, ഉപയോഗിച്ച് വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അത് അറബികളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഇത് ഹദീസ് നിഷേധികളോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അറബികൾക്ക് ഹദീസ് നിഷേധിക്കാൻ തോന്നിയിട്ടില്ല. കാരണം അവരുടെ ഭാഷയിലാണ്, അവരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം അത് ആസ്വദിക്കുന്നവരാണ്. അതിൻ്റെ നന്മ അറിയും, അതിൻ്റെ പുണ്യമറിയും. അത് പറയുന്ന ദൂതരെ പരിചയമുണ്ട്, ആ ദൂതരുടെ വാക്കിൻ്റെ പ്രത്യേകത പരിചയമുണ്ട്. അവർ സാധാരണ ഉപയോഗിക്കുന്ന അറബി ഭാഷയാണെങ്കിലും അതിലൊരു പ്രത്യേകതയും എന്നവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധികളായിട്ട് നാം ലോകത്തിൽ കാണുന്നത് ബഹുഭൂരിപക്ഷത്തെയും അനറബികളെയാണ്, അറബികളെയല്ല. നമ്മുടെ വിഷയമല്ല അത്, പക്ഷേ ഇത് പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണത്. അതെ, അപ്പോൾ പറഞ്ഞു വരുന്നത് രോഗം മാറിക്കൊള്ളണമെന്നില്ല. ചികിത്സ നടത്തിയാലും അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മശീഅത്ത്, ഇറാദത്ത്, ഖദർ അതുമായി തട്ടിയാൽ അതനുസരിച്ചിട്ട് രോഗം മാറും, അല്ലെങ്കിൽ മാറുകയില്ല. 10 പേര് ഹോസ്പിറ്റലിൽ പോകും, 3 പേര് മരിക്കും, 7 പേര് സുഖപ്പെടും, അല്ലെങ്കിൽ നേരെ വിപരീതം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. സഹോദര സഹോദരിമാരെ, അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ചികിത്സ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്നിട്ട് ആർക്ക് എവിടെ രോഗമിറക്കുന്നുണ്ടോ അവിടെയെല്ലാം ചികിത്സയും ഇറക്കുന്നുണ്ട്. പക്ഷേ ചികിത്സ എല്ലാവരും അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ അറിയും, ചിലപ്പോൾ അറിയുകയില്ല. ആ ചികിത്സ ഉപയോഗിച്ചാൽ അതിലൂടെ എല്ലാവരുടെയും രോഗം മാറിക്കൊള്ളണമെന്നില്ല. അത് ഏത് ചികിത്സയുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. അത് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതായ ഇസ്ലാമിക ചികിത്സ ആവട്ടെ അല്ലാത്തതാവട്ടെ,
ഇസ്ലാമിക ചികിത്സ പറഞ്ഞാൽ ഇസ്ലാമിക റുഖിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നല്ലാതെ ഡോക്ടറെ സമീപിക്കലും ഇസ്ലാമിക ചികിത്സ തന്നെയാണ് കേട്ടോ. ഡോക്ടറെ സമീപിക്കലും ഇസ്ലാമിക ചികിത്സ തന്നെയാണ്. ഡോക്ടർ പറയുന്ന മരുന്ന് ഉപയോഗിക്കലും ഇഞ്ചക്ഷൻ വെക്കലും ഓപ്പറേഷൻ ചെയ്യലും ഇതെല്ലാം ഇസ്ലാമിക ചികിത്സ തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തിബുൻ നബവി എന്ന റസൂല് പഠിപ്പിച്ചതായ ചില ചികിത്സകളുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? രോഗം മാറാൻ. കാരണം അതിലാണ് വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളുള്ളത് എന്നതുകൊണ്ട്. അതിന് നേരെ വിപരീതമായാൽ വിശ്വാസത്തിന് ഘടകവിരുദ്ധവും വിശ്വാസത്തിന് എതിരും നമ്മുടെ അഖീദയ്ക്ക് പാളിച്ച തട്ടുന്നതും കോട്ടം തട്ടുന്നതുമായി മാറിത്തീരുകയും ചെയ്യും. ഇസ്ലാം അനുവദിച്ചതായ കാരണങ്ങളിൽപ്പെട്ടതാണ് ചികിത്സ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശറഅ അനുവദിച്ച രൂപത്തിലുള്ളതായിരിക്കണം ആ കാരണം. ശറഅ അനുവദിച്ച രൂപത്തിലുള്ളതായിരിക്കണം കാരണം. അള്ളാഹുവിൻ്റെ ഖദറിലും ഖളാഇലുമുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം. അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്നത് നമ്മുടെ പ്രധാന ഭാഗമാണ്. ഉൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അല്ലേ? അത് നാം മനഃപ്പാടമാക്കി വെച്ചതും നമ്മുടെ വിശ്വാസപരമായ കാര്യവുമാണ്. അതെ, കാരണത്തിനോട് മാത്രം ശ്രദ്ധിക്കുക, വിശ്വാസം കോട്ടം തട്ടാതിരിക്കാൻ. കാരണത്തോട് മാത്രം, കാരണത്തിലേക്ക് മാത്രം ഇഅ്തിമാദ് പാടുള്ളതല്ല. ഇന്ന ചികിത്സ കൊണ്ടാണ് എൻ്റെ രോഗം മാറിയത് എന്ന് ആരും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, വിശ്വസിക്കുവാനും കരുതാനും പാടുള്ളതല്ല. ചികിത്സ കാരണം മാത്രമാണ്. മനസ്സിലായില്ലേ? ഇന്ന സൂപ്പർ മാർക്കറ്റിലൂടെ, ഇന്ന ലോഡ്ജ് നടത്തിയതിലൂടെ, ഇന്ന ഹോട്ടലിലൂടെ ഞാൻ സമ്പാദിച്ചു എന്നത് പറയുമ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖ് അവിടെ കൂട്ടിച്ചേർക്കണം മോമിൻ. ചേർക്കാതെ പറയൂല മോമിനാണെങ്കിൽ, അല്ലേ? എന്തുകൊണ്ട് അവനത് പറയുന്നു? അവനറിയാം എന്നെപ്പോലെ കാശ് കൊടുത്ത് 10,000-ഉം 15,000-ഉം ചെലവാക്കി വിസയുണ്ടാക്കി വന്നവർ തന്നെയാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത്, അല്ലെങ്കിൽ കാശില്ലാതെ നടക്കുന്നത്, അല്ലെങ്കിൽ സമ്പാദിക്കാതെ നടക്കുന്നത്. വിസയിലൂടെയാണ് സമ്പാദ്യമെങ്കിൽ അവരും ഞാനും സമ്പാദിക്കേണ്ടതല്ലേ? എല്ലാവരും സമ്പാദിക്കാറുണ്ടോ എന്ന് മാത്രമല്ല, ഞാൻ സാധാരണ പറയാനുള്ള ഉദാഹരണമുണ്ട്. എന്ത്? ഒരുപോലത്തെ ലോഡ്ജ് അല്ലെങ്കിൽ ഒരുപോലത്തെ തുല്യതയുള്ള സൂപ്പർ മാർക്കറ്റ്. ഇദ്ദേഹം തുറക്കുന്നു, അദ്ദേഹം തുറക്കുന്നു. ഇദ്ദേഹം കൊല്ലം പൂർത്തിയാകുമ്പോൾ വേറൊരു സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ മാത്രമുള്ള കാശുണ്ടായി മാറുന്നു. ഇദ്ദേഹം കൊല്ലം പൂർത്തിയാകുമ്പോൾ പൂട്ടി കടക്കാരനായി പോകേണ്ടി വരുന്നു. എന്താ പ്രശ്നം? ഇവിടെയുള്ള സാധനം അവിടെയുണ്ട്, അവിടെയുള്ള സാധനം ഇവിടെയുണ്ട്. അവിടെയാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞതുപോലെ, അറഫ്തുല്ലാഹ ബിനഖലിൽ അസായിം, ഞാനിട്ട തീരുമാനം പൊളിയുമ്പോഴാണ് എനിക്ക് അള്ളാഹിലുള്ള വിശ്വാസം വർദ്ധിക്കാറുള്ളത്. ഞാൻ എന്ത് പ്ലാൻ ഇട്ടാലും അതുപോലെ നടക്കൂല. ഞാൻ പറയും നാളെ ഇന്നത് കാട്ടും, ഇത്ര മിനിറ്റിൽ ഞാൻ ഇന്ന സ്ഥലത്തെത്തും, ഇത്ര സെക്കൻഡിൽ ഇന്ന സ്ഥലത്തെത്തും എന്നൊക്കെ പറയും. എന്നിട്ടോ നടക്കുന്ന വേറെ രൂപത്തിലാണ്. ഞാൻ തീരുമാനിച്ച തീരുമാനം പോലെയല്ല. അപ്പോഴാണ് എൻ്റെ ഈമാൻ വർദ്ധിക്കുന്നത്. എന്നൊക്കെ അള്ളാഹിനെ കൂടുതൽ അറിയാനും അള്ളാഹ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ്റെ ഖളാഉം ഖദറനുസരിച്ചിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതുള്ള വിശ്വാസം വരുന്നത്. അത് നമ്മളിൽ ഉണ്ടാവണം. അത് ചികിത്സയ്ക്ക് അനിവാര്യമാണ്. ഡോക്ടറെ സമീപിക്കട്ടെ. അതുകൊണ്ടാണ് നാം സാധാരണ പറയാനുള്ള ഉദാഹരണമുണ്ടല്ലോ, വൈഫിനെ അല്ലെങ്കിൽ ഗർഭിണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചു. ഡോക്ടറോട് പറഞ്ഞു, ഇതാ ഇവൾ കഴിഞ്ഞ പ്രസവമൊക്കെ നടന്നത് ഓപ്പറേഷനിലൂടെയാണ്. ഈ പ്രസവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അവളെ രക്ഷിപ്പിക്കാൻ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പാടുപെടണം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ പറയും, അല്ലേ? പക്ഷേ ഈ പറയുന്ന മനുഷ്യൻ മോമിനാണെങ്കിൽ തിയേറ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഓപ്പറേഷന് വേണ്ടി ഈ സ്ത്രീ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോടൊപ്പം, റബ്ബേ എന്നാൽ സാധിക്കുന്ന ഞാൻ കാട്ടി, ഡോക്ടറെ ഞാൻ ഏൽപ്പിച്ചു, ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു, കാശ് ചെലവഴിച്ചു, ഇനി ബാക്കിയുള്ള കാര്യം നിൻ്റെ കയ്യിലാണ്. ഇപ്പോഴാണ്, ഈ സന്ദർഭമാണ് ഇഅ്തിമാദ് പാടില്ല എന്ന വിശ്വാസത്തിൻ്റെ ഭാഗം തുറിച്ച് കാണുന്നത്. ഏത്? ഇഅ്തിമാദ് മുഴുവനായി ഡോക്ടറിലേക്ക്, ചികിത്സയിലേക്ക് ബരമേൽപ്പിക്കുക എന്നത് ഒരു മുഅ്മിൻ ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കഴിവും അവിടെ പ്രവർത്തിച്ചാലല്ലാതെ അവൾ രക്ഷപ്പെടുകയില്ല. ഇനി അള്ളാഹിൻ്റെ വിധി നേരെ മറിച്ചാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒക്കെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അതാണ് മുഅ്മിനും മുഅ്മിനല്ലാത്തവരുമായുള്ള ചേഞ്ച്. മുഅ്മിൻ്റെ ചികിത്സയിൽ രക്ഷ കിട്ടിയാലും സമാധാനം തന്നെ. കാരണം
അവൻ്റെ ദോഷം പൊറുക്കപ്പെടുന്നു. അവന് സൂചി തട്ടിയാൽ, മുള്ള് തട്ടിയാൽ, കുപ്പിക്കഷ്ണം തട്ടിയാൽ അവൻ്റെ കാലിനോ ശരീരത്തിനോ അള്ളാഹ് അതിന് പ്രതിഫലം നൽകുമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് രോഗം ബാധിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുക്കാതിരിക്കുമോ? അവൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താതിരിക്കുമോ? അതുകൊണ്ട് മുഅ്മിന് ഒരിക്കലും അജബല്ലി അംരിൽ മുഅ്മിൻ ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ, ബുഖാരിയിലുള്ള ഹദീസാണ്. മുഅ്മിൻ്റെ കാര്യം അത്ഭുതം തന്നെ. അവൻ്റെ പ്രശ്നം മുഴുവനും അവന് നന്മയാണ്, തിന്മ അവനില്ലേ ഇല്ല. എന്തുകൊണ്ട്? ഇൻ അസാബത്തുഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹു. അവന് സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിൽ അവൻ നന്ദി പ്രകടിപ്പിക്കുന്നു, അതവന് നന്മയായി മാറുന്നു. വൈൻ അസാബത്തുഹു ലറാഉ സബർ, അവന് പ്രയാസമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അവൻ ക്ഷമ കൈകൊള്ളുന്നു, അവൻ സബൂർ ചെയ്യുന്നു, അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മ തന്നെയായി മാറി. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ലോകത്ത് മുഅ്മിനല്ലാതെ, സത്യവിശ്വാസിക്കല്ലാതെ വേറെ ആർക്കുമില്ലേ ഇല്ല. നിരീശ്വരവാദിക്ക് അത് കിട്ടുമോ? നിർമ്മതവാദിക്ക് അത് കിട്ടുമോ? ബുദ്ധിപൂജകന് അത് കിട്ടുമോ? എന്ത് രോഗം ബാധിക്കൂല അവർക്കും, ഹോസ്പിറ്റൽ പോകില്ല അവരും, പ്രയാസപ്പെടില്ല അവരും. പക്ഷെ അള്ളാഹിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല? ക്ഷമ കൈകൊള്ളുന്നില്ല. അപ്പോൾ എന്ത് കിട്ടുന്നില്ല? കൂലി കിട്ടുന്നില്ല, പ്രതിഫലം ലഭിക്കുന്നില്ല. കണ്ടില്ലേ മുഅ്മിനിൻ്റെയും മുഅ്മിൻ അല്ലാത്തവരുടെയും വ്യത്യാസം? നമുക്ക് പ്രയാസത്തിന് അള്ളാഹ് കൂലി ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്ക് അതില്ല. കാരണം അള്ളാഹുവിൽ അവർ വിശ്വസിക്കാത്തത് കൊണ്ട്. അപ്പോൾ നാം പറഞ്ഞതുപോലെ ചികിത്സ അനുവദനീയമായതായിരിക്കണം ആദ്യത്തേത്. രണ്ടാമത്തേത്, ആ ചികിത്സ ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ, ഡോക്ടറെ കൊണ്ടല്ല, മുസ്ലിയാരെ കൊണ്ടല്ല, തങ്ങളെ കൊണ്ടല്ല, മന്ത്രിച്ചാളെ കൊണ്ടല്ല, ആരുടെ കയ്യിലുമല്ല. ഒരു വ്യക്തിപൂജ വരാൻ പാടുള്ളതല്ല, വ്യക്തിപൂജ വരാൻ പാടുള്ളതല്ല. ആ ഡോക്ടറുടെ അടുക്കിലേക്ക് ചെന്ന രക്ഷയുണ്ട് എന്നതല്ല. ആ ഡോക്ടറുടെ ചികിത്സ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലിക്കും. ആ വിശ്വാസം നമ്മളിൽ വേണം. അതിൻ്റെ അർത്ഥം കഴിവ് കൽപ്പുള്ള ഡോക്ടർമാർ അന്വേഷിച്ച് പോകണ്ട എന്നല്ല കേട്ടാ. പ്രാപ്തരായ, കഴിവ് കൽപ്പുള്ള, അറിവുള്ള, ഒരു വിഷയത്തിൽ, ഓരോ വിഷയത്തിലും സ്പെഷ്യലിസ്റ്റ് എടുത്ത ഡോക്ടർമാർ തന്നെയാണ് സമീപിക്കേണ്ടത്. കാരണം കണ്ടെത്താൻ അള്ളാഹിൻ്റെ കൽപ്പനയുണ്ട് എന്നതുകൊണ്ട് തന്നെ. മനസ്സിലായില്ലേ? കാരണം കണ്ടെത്തുക എന്നത് അള്ളാഹ് നമുക്ക് അനുവദിച്ച, കൽപ്പിച്ച ശൈലിയാണ്. അപ്പോൾ കാരണത്തിൽപ്പെട്ടതാണ് എന്ത്? രോഗം മാറാൻ വേണ്ടി പോകുമ്പോൾ രോഗത്തെ കണ്ടുപിടിക്കാനും രോഗത്തിനുള്ള കൃത്യമായ ചികിത്സ നൽകാനും അറിവുള്ള, പ്രാപ്തരായ, കഴിവുള്ള ഡോക്ടറെ കണ്ടെത്തുക എന്നുള്ളത് അല്ലേ? പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന, അനുവദിക്കുന്ന, കൽപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചികിത്സ കിട്ടും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്തുകയും ചെയ്യും. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് നാം പഠിച്ചു. അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ നേതാക്കൾ പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ് ലാ യകുൻ തഅഖുറ അമദിൽ അതാഇ ബിദ്ദുആഇ മുജിബൻ ലിയസിക മിനൽ ഇജാബ ഫഇന്നഹു ളമിന ലകൽ ഇജാബ ഫീമാ യഖ്താറുഹു ലിനഫ്സിക ലാ ഫീമാ തഖ്താറുഹു ലക വഫിൽ വഖ്തിൽ ലദീ യുരീദ് ലാ ഫിൽ വഖ്തിൽ ലദീ തുരീദ്. എന്താണ്? ഹദീസല്ല കേട്ടാ, പണ്ഡിതന്മാരുടെ വചനങ്ങളാണ്, വാക്കുകളാണ്, നമ്മുടെ നേതാക്കളുടെ. ലാ യകുൻ തഅഖുറ അമദിൽ അതാഇ ബിദ്ദുആഇ, പ്രാർത്ഥനയുടെ ഫലം പിന്തുക എന്നതിലൂടെ ഒരിക്കലും നിനക്ക് നിരാശ ഉണ്ടാവാൻ കാരണമായി തീരരുത്. എന്താ അല്ലാഹ് ഞാൻ ചോദിച്ചിട്ടും തരാത്തത് എന്ന് തോന്നരുത്. എന്തുകൊണ്ട്? ഫഇന്നഹു ളമിന ലകൽ ഇജാബ, അവൻ ഉത്തരം ചെയ്യാൻ ഏറ്റെടുത്തത് ഫീമാ യഖ്താറുഹു ലക, നിനക്ക് വേണ്ടി അവൻ സെലക്ട് ചെയ്ത കാര്യങ്ങളിലാണ്. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക, നിനക്ക് നീ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലല്ല. എന്തുകൊണ്ട്? അസ അൻ തക്റഹു ഷൈഅൻ, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കും, ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നന്മയായിരിക്കാം. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ, ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും, വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് തിന്മയായിരിക്കാം. കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ കൃത്യമായി അറിയുന്ന ആളാരാണ്? അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹയാണ് അറിയുന്നവൻ, നിങ്ങൾക്ക് വിവരമില്ല. യാഥാർത്ഥ്യം.
ഫിൽ വഖ്തില്ലദീ യുരീദ്, അല്ലാഹ് ഉദ്ദേശിക്കുമ്പോൾ, ലാ ഫിൽ വഖ്തില്ലദീ തുരീദ്, നീ ഉദ്ദേശിക്കുമ്പോഴും അല്ല. ഇത് പ്രാർത്ഥനയുടെ സ്ഥിതിയാണ്. അതുപോലെ തന്നെയാണ് എന്ത് നാം കേൾക്കാൻ പോകുന്നതായ ഇസ്ലാമിക ചികിത്സയുടെ സ്ഥിതിയും, അപ്രകാരം നാം ചികിത്സിക്കുന്ന ഏത് ചികിത്സയുടെ സ്ഥിതിയും. പക്ഷെ മുഅ്മിന് എവിടെയും വിജയം എന്ന് നാം പഠിച്ചു. രോഗം ബാധിച്ചാലും ചികിത്സയിൽ രോഗം മാറിയില്ലെങ്കിലും എല്ലാം മുസ്ലിമിന് വിജയം തന്നെ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴല്ലാതെ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണെല്ലാം. അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. നാം അതിന് മനക്കെടുമ്പോൾ അതിനുള്ള ഹിദായത്തും തൗഫീഖും അള്ളാഹ് നൽകുന്നു. നാം വേണ്ട എന്ന് വെക്കുമ്പോൾ നരകത്തിലേക്ക് തെളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തെളിക്കപ്പെടുകയും ചെയ്യുന്നു. ശരി, നാം എന്ത് പഠിച്ചു? കാരണം ഇലാജിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, ചികിത്സ എന്നത് ഇസ്ലാം അനുവദിച്ച കാരണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അല്ലേ? എനിക്ക് രോഗം ബാധിച്ചാൽ എൻ്റെ രോഗത്തെ മാറ്റൽ അള്ളാഹുവാണെന്ന് പറയണമെന്ന് ഇബ്രാഹിമിനെ കൊണ്ട് പറയിപ്പിച്ചു. അതേ വാക്ക് റസൂലുള്ളാഹിയുടെ നാവിലൂടെ നാം കേൾക്കുകയും ചെയ്തു. രോഗം ബാധിച്ചാൽ മാറ്റുന്ന ആൾ അള്ളയാണ്. ഈ ആയത്ത് നാം ഇവിടെ ഹോസ്പിറ്റലിൽ എഴുതി വെച്ചതായിട്ട് കാണുന്നു, അല്ലേ? സ്വയംതറബൻ ഹോസ്പിറ്റലൊക്കെ എഴുതി വെച്ചതായിട്ട് കാണാം ഈ ആയത്ത്. അള്ളാഹു പറയുന്നു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. പ്രയാസപ്പെടുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ, രോഗമുള്ള ആൾ അതുപോലെ പ്രയാസം, സൂ ഉണ്ടല്ലോ, രോഗം സൂയിൽപ്പെട്ടതാണല്ലോ, രോഗങ്ങൾ സൂയിൽപ്പെട്ടതാണ്. പ്രയാസങ്ങളിൽ പെട്ടുമുഴുകി ജീവിക്കുന്ന വേളയിൽ, അള്ളാഹുവിനോട് തേടുന്ന വേളയിൽ ആരാണ് മറുപടി നൽകുക? അള്ളാഹു പറയുന്നു, ഇലാഹും അല്ലാഹ്. നമ്മുടെ വിഷയം സൂമാറലാണ്, അതുകൊണ്ട് ആ ഭാഗം നാം പഠിക്കാം. ഇലാഹും അല്ലാഹ്, നിങ്ങൾക്ക് ഇത് കാട്ടിത്തരാൻ, നിങ്ങളുടെ രോഗം മാറ്റാൻ, നിങ്ങളുടെ പ്രയാസം ദൂരപ്പെടുത്തി തരാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹുണ്ടോ കൂട്ടരെ? വേറെ ഇലാഹ് നിങ്ങൾക്കുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ രോഗം മാറ്റുക എന്നത് ആരുടെ പണിയാണ്? അള്ളാഹുവിൻ്റെ പണിയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന് കൊടുക്കേണ്ടത് വേറെ ഷിട്ടികൾക്ക് നിങ്ങൾ കൊടുത്താൽ ആ ഷിട്ടികളെ നിങ്ങൾ ആരാക്കി മാറ്റലായി? ഇലാഹാക്കി മാറ്റലായി. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ പച്ച അറബിയിൽ ഇങ്ങനെ പഠിപ്പിച്ചതാണ്. എന്താണ് ഇത്? മറ്റുള്ളവരോട്, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ എന്താണ് അവനായി മാറുക? അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കി മാറി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്ന ശേഷം പിന്നെ അള്ളാഹിനോട് കൈപ്പൊക്കി, അള്ളാഹുവേ എൻ്റെ ഭാര്യയെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിന് പകരം നഫീസത്ത് മാലയോ മൊഹീദ്ദീൻ മാലയോ ബദർ മൗലൂദോ മറ്റേതെങ്കിലും ചെല്ലിപ്പാടി പ്രഹസനം കാട്ടി അള്ളാഹു അല്ലാത്ത കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന ഷിട്ടികളോടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചോദിക്കുന്നതെങ്കിൽ അവൻ്റെ ഭാര്യ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാതിരിക്കട്ടെ, ഇവൻ അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ പൂജാരിയുടെ അടുക്കലേക്ക് പോയാലും ചിലപ്പോൾ രോഗം മാറാം. അത് ചിലപ്പോൾ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു രോഗം മാറ്റിയേക്കാം. ഇവിടെ കുറേ വർഷം ക്ലാസ് കേട്ട ഒരു സുഹൃത്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ശബരിമലയുടെ മീതെ കയറിയ സഹോദരൻ, അല്ലേ? സെയ്ദ് സാഹിബിന് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇവിടെ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞാണ്, ഇവിടെ കുറേ വർഷം ക്ലാസ് കേട്ട് തൗഹീദ് ഉൾക്കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നു, ഞാൻ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് വരേക്കും അടുത്ത് വരേക്കും ശബരിമലയുടെ മീതെ കയറാറുണ്ടായിരുന്നു ഹിന്ദുക്കളോടൊപ്പം. അങ്ങനെയുള്ള കാനേഷ്മാരി മുസ്ലിങ്ങളുടെ ലിസ്റ്റിലാണ് മൂപ്പര്. കാനേഷ്മാരി മുസ്ലിങ്ങളുടെ ലിസ്റ്റിലാണ്. അതും കാട്ടാം ഇതും കാട്ടാം. അയാളെ പേര് മറന്നോ? ശബരിമലയുടെ താഴെയുള്ള പള്ളിയുടെ ഇമാം, എൻ്റെ വീട്ടിലേക്ക് വന്ന ഇമാമിൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ മൗലവിന്നോ? ആ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ. എവിടെ? ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. താഴെ 40 കൊല്ലം ഇമാമായ ഖതീബ് സാഹിബ് കെ അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഞാൻ പഠിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീക്കാണെന്നൊക്കെ വാദിച്ചിരുന്നു. അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് കുട്ടികൾ കൊണ്ടുവന്നു.
അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവത്തിൽപ്പെട്ടതാണ് എന്ത്, നമ്മുടെ വിഷയവുമായിട്ട് നല്ല ബന്ധമുള്ള വിഷയമാണത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് സേവനമാണ് ദീനിന് വേണ്ടി കാട്ടുന്നത്? അപ്പോൾ അദ്ദേഹം സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ശൈലിയിൽപ്പെട്ടതാണ്, ഈ ശബരിമലയിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങളുടെ പള്ളിയുമായി ടച്ചായിട്ടാ പോക്ക്. വിശദീകരിച്ച് മൂപ്പര് പറയുന്നില്ല, ഞാൻ പിന്നെ വിശദീകരണം ചോദിച്ചതാണ്. അവിടെ താഴെ നടക്കുന്നില്ലേ പൂജയും തവാഫൊക്കെ, അതിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ മൂപ്പര് പറയാണ്, അവിടെ വല്ല മുസ്ലിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തടയും, മീതെ പോകണ്ട, അത് ഹിന്ദുക്കളുടെ അമ്പലമാണെന്ന് പറയൂ. അപ്പോൾ താഴെ ഈ പള്ളിയുടെ പരിസരത്തുള്ളതായ മീതെ പോകുന്ന ഹിന്ദുക്കൾക്ക് തവാഫ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് മറുപടി കിട്ടിയത്, ആ സഹോദരൻ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം മറുപടി. ഞാൻ എന്തെങ്കിലും പറയാം, നമ്മുടെ ക്ലാസ് മെമ്പർമാരാണ് അവർ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള നൂറുകണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതം ആ ഫണ്ടിലൂടെയാണ്, ഏത് ഈ ഷിർക്കിലൂടെ ഉണ്ടാകുന്ന സമ്പത്തിലൂടെയാണ്, അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. മനസ്സിലായില്ലേ? ഇത് അത്രയും പച്ചയിൽ പേരെടുത്ത് ഞാൻ പറയാൻ കാരണം, അങ്ങനെയുള്ളവരെയൊക്കെ ശരിക്ക് കണ്ടുകെട്ടുകയും അങ്ങനെയുള്ളവരെ ഉപദേശിക്കുകയും അങ്ങനെയുള്ളവരുടെ നാട്ടിൽ പോയിട്ട് അപകടത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു മുസ്ലിമിനെ പിടികൂടി ഞാൻ. ആ മുസ്ലിമിനെ പിടികൂടിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തോടോ നീ എവിടേക്കടോ പോകുന്നത്? പറഞ്ഞു, മീതെ പോവാണെന്ന്, മദ്രാസിയാണ്. എന്താ പ്രശ്നം? എനിക്ക് കുട്ടികളെ കിട്ടിയില്ല കുറേ കാലം. അങ്ങനെ ഞാൻ എല്ലാ ഖബറിലേക്കും പോയി, ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ഒരു ഹിന്ദു സുഹൃത്ത് മദ്രാസ് എന്ന് പറഞ്ഞു, കേരളത്തിൽ പോയാൽ അവിടെയുണ്ട് ഒരു ശബരിമല, അവിടേക്ക് പോകാൻ നേർച്ചയാക്കിക്കോ, കുട്ടിയെ കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് കുട്ടിയെ കിട്ടി, അങ്ങനെ ഞാൻ നേർച്ച വിടാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ നേർച്ചയാക്കിയത് കൊണ്ടാണോ കുട്ടിയെ കിട്ടിയത്? അല്ല, കുട്ടിയെ അള്ളാഹ് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ച വേളയിൽ കൊടുത്തു. പക്ഷേ അത് ഏറ്റുമുട്ടിയപ്പോൾ യോജിച്ച് വന്നപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കൽ കൂടി അതിലുണ്ട്. അദ്ദേഹത്തെ പരിശോധിക്കൽ കൂടി സാമരി ആരുടെ എന്തിനെയാണ് എന്താ കാട്ടിയത്? സാമരി എന്താ കാട്ടിയത്? പശു, ജിബ്രീൽ കയറിയ പശു നടന്ന സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു കോലം ഉണ്ടാക്കി അതിനകത്ത് നിക്ഷേപിച്ചു. അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കി കൊടുത്തു. അള്ളാഹ് എന്ത് ചെയ്തു? അതിനൊരു ശബ്ദം ഉണ്ടാക്കി പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശൈലി. ഇത് അള്ളാഹിനോട് മല്ലിടുന്നവരെ അള്ളാഹ് വീണ്ടും പരീക്ഷണത്തിൽ പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശോധിച്ച ശൈലിയാണ്. മുശ്രിക്കാവുന്നവർ മുശ്രിക്കുകളായി, തെറ്റുന്നവർ തെറ്റി, നല്ലവരായി മാറുകയും ചെയ്തു. നല്ലവരാര്, വടക്ക് ആര് എന്ന് പരിശോധിക്കാൻ വേണ്ടി ലിയമീസ് അല്ലാഹുൽ ഖബീസ മിന തയ്യിബ്, ഏത് തയ്യിബ് ഏത് ഖബീസ് എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സാധാരണ കാട്ടും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, മൊയ്തീൻ ഷേഖേ എൻ്റെ പാസ്പോർട്ട് മടക്കി തരണമേ എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഒരാളുടെ കയ്യിലേക്ക് പാസ്പോർട്ട് കിട്ടിയാൽ അവൻ ഒരിക്കലും ഷിർക്ക് ചെയ്യൽ നല്ലതാണെന്ന് കരുതി പോകരുത്. എന്തുകൊണ്ട്? നിന്നെ ഷിർക്കിൽ തന്നെ അടിയോർച്ച് നിർത്താൻ വേണ്ടി ഒരു പക്ഷേ ഇബ്ലീസ് നിൻ്റെ പാസ്പോർട്ട് എവിടെയാണുള്ളതെന്ന് അറിയുമെങ്കിൽ അവനത് കൊണ്ടുവന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? എന്തിന്? ഇബ്ലീസിന് വേണ്ടത് ആദമിൻ്റെ സന്തതികൾ ഷിർക്കിൽ തന്നെ ജീവിക്കണം എന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഇസ്ലാമിക ചികിത്സയായിരിക്കണം. അല്ലാത്തതിലൂടെ ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, മനസ്സിലായില്ലേ? അല്ലാത്തതിലൂടെ ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇസ്ലാമിക ചികിത്സയല്ലാതെ നാം ചികിത്സിക്കാൻ പാടുള്ളതല്ല. പൂജാരി അടുക്കിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഇസ്മിൻ്റെ പണിക്കാരൻ എന്ന് പറയുന്നതായ കണക്കപ്പിള്ളയുടെ സ്വഭാവമുള്ള ഖുർആൻ കൊണ്ട് മാത്രം, സുന്നത്ത് കൊണ്ട് മാത്രം, ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രം മന്ത്രിക്കുന്ന, ഖുർആൻ ഓതി ചികിത്സിക്കുന്ന ആളെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാത്ത കണക്കപ്പിള്ളമാരുടെ സ്വഭാവമുള്ള, ഇലയിൽ എഴുതുന്ന, അല്ലെങ്കിൽ തോലിൽ എഴുതുന്ന, അല്ലെങ്കിൽ ഇരുമ്പിലും ചെമ്പിലും എഴുതുന്ന, അല്ലെങ്കിൽ കടലാസിൽ തന്നെ അള്ളാഹു അല്ലാത്ത ഷിട്ടികളുടെ പേരുകൾ, ജിന്നുകളുടെ പേരുകൾ, പിശാചുകളുടെ പേരുകൾ എഴുതുന്ന, അല്ലെങ്കിൽ അള്ളാഹ് ഇറക്കിയ ഖുർആനിനെ അള്ളാഹ് ഇറക്കിയ രൂപത്തിലല്ലാതെ ബിസ്മിക്ക് ബാ സാ മീം എന്ന് ഒറ്റക്കൊറ്റക്കായി എഴുതിയിട്ട് ഉർക്ക് എന്ന പേരിലോ ഏലസ് എന്ന പേരിലോ കെട്ടിക്കൊടുക്കുന്ന ഒക്കെ ഉണ്ടാവാറില്ല നമ്മുടെ നാട്ടിൽ. അതൊക്കെ അങ്ങനെയുള്ളവരെ സമീപിച്ചാൽ 40 എന്താ സംഭവിക്കുക? അതിലൂടെ രോഗം മാറുമെന്ന വിശ്വാസത്തിലൂടെയാണ് സമീപിക്കുന്നതെങ്കിൽ
അവൻ അല്ലാഹ് ഇറക്കിയ ഖുർആനിനെ നിഷേധിച്ച ആളായി മാറിയെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇറങ്ങിയതിൽ കാഫറായ ആളായി മാറി. ഇനി വിശ്വസിച്ചില്ല, വെറുതെ ഇങ്ങനെ ജനങ്ങൾ പോകുമ്പോൾ ഞാനും പോയി എന്ന് അങ്ങനെ പോകുന്നവരുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ പോയാലോ 40 ദിവസത്തെ നമസ്കാരവും കുന്നുകയറി എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആർക്കും അറിയില്ല എന്ത്, ആരുടെ കയ്യിലുമില്ല എന്ത് ബർക്കത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹ് ആ ബർക്കത്ത് നൽകൽ എപ്പോഴാണ്? അള്ളാഹ് ഉദ്ദേശിച്ച ശൈലിയിൽ നാം ചികിത്സ ഉപയോഗിച്ചാൽ മാത്രമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. മാരണം എന്നത് ഇസ്ലാം ഉണ്ട് എന്ന് അംഗീകരിച്ച ഒരു സാധനമാണ്. മാരണം എന്ന സാധനം ഉണ്ടല്ലോ അല്ലേ? ഖുർആൻ പറയുന്നുണ്ട് മാരണം എന്നൊരു സാധനമുണ്ട്. പക്ഷേ ആ മാരണത്തിലൂടെ ദ്രോഹമുണ്ടാവാം എന്നും പറയുന്നുണ്ട്. അതേ സമയത്ത് അത് അള്ളാഹ് വിരോധിച്ചതാണ്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ സാമരിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ആ നാട്ടുകാരെ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതായ വിജ്ഞാനമാണ് മാരണം. ആ മാരണത്തെ പഠിപ്പിച്ചു കൊടുത്ത കാലഘട്ടത്തിൽ തന്നെ അവിടെ പരിശോധിക്കാൻ വേണ്ടി പറയപ്പെട്ടു, ഇത് നിങ്ങൾ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ഏതുപോലെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സുന്ദരികളായ സ്ത്രീകൾ, സുന്ദരന്മാരായ പുരുഷന്മാർ, എല്ലാവരുടെ കൂടെ കണ്ണ് അല്ലേ, എല്ലാവരുടെ കൂടെ വികാരം. അള്ളാഹ് പറഞ്ഞു നോക്കിപ്പോകരുത്. ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാർ ഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഖുല്ലിൽ മുഅ്മിനാതി അല്ലേ وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. കൽപ്പന അങ്ങനെയാണ്. ഏത് നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ പാടില്ലാത്ത പെണ്ണുങ്ങളെ അല്ലയോ പുരുഷന്മാരെ നിങ്ങൾ നോക്കിപ്പോകരുത്. നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ പാടില്ലാത്ത സ്ത്രീകളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കരുത്. പുരുഷന്മാരോട് 2 വിഭാഗത്തോടും നോട്ടം നോക്കാൻ പാടില്ല. അതുപോലെ സിഹർ എന്ന ഒരു സാധനം അള്ളാഹു മലക്കുകളിലൂടെ ഇറക്കി അവരെ പരിശോധിക്കുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാഹും ബിദാരീന മിൻ അഹദിൻ ഇല്ല ബിഇദ്നില്ല. അള്ളാഹ് ഉദ്ദേശിച്ചല്ല അല്ലാതെ ആ മാരണത്തിലൂടെ ദ്രോഹമുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അവിടെയും അള്ളാഹ് ഉദ്ദേശിച്ചാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? മാരണം തട്ടുള്ളൂ, സിഹർ തട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടിപ്പോൾ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, വികാര നോട്ടം പുരുഷന്മാരും സ്ത്രീകളും. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് പർദ്ദ ധരിക്കുകയും വേണം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ. ഇത് വികാര സ്ത്രീകളെക്കാളും കൂടുതൽ പെട്ടെന്ന് ഇളകൽ പുരുഷന്മാർക്കാണ് എന്നതുകൊണ്ട് പുരുഷന്മാർ കാണാത്ത രൂപത്തിലായി മാറണം. പെണ്ണുങ്ങളുടെ ഭംഗിയുള്ള ഭാഗങ്ങൾ എന്നൊക്കെ കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എന്തു ചെയ്തു? മാരണം ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അത് ചിലപ്പോൾ അതിൽ ഷിർക്കിൻ്റെ ഭാഗമുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. അത് തട്ടട്ടെ തട്ടാതിരിക്കട്ടെ. അത് തട്ടുകയാണെങ്കിൽ തന്നെ അത് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിലേ തട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ തട്ടുകയില്ല. അവർക്ക് പഠിപ്പിക്കപ്പെട്ട മാരണത്തിൽ മായുഫർരിഖു ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു മനുഷ്യൻ്റെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കാൻ ഉള്ളതായ പരിശ്രമം നടത്തുകയായിരുന്നു അവരുടെ മാരണത്തിലൂടെ എന്ന് അല്ലാഹ് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അപ്പോൾ ഷിഫ അള്ളാഹുൽ നിന്നിട്ട് മാത്രമേ ഉള്ളൂ എന്ന കടുകട്ടിയുള്ള വിശ്വാസം വേണം. ഏത് ചികിത്സ അനുവദിക്കപ്പെട്ട കാരണം അത് മന്ത്രത്തിലൂടെയാവട്ടെ, ഡോക്ടറെ സമീപിക്കലിലൂടെ ആവട്ടെ, മരുന്നുപയോഗിക്കലിലൂടെ ആവട്ടെ, ചൂടുപിടിപ്പിക്കലിലൂടെ ആവട്ടെ, കാരണം ഇസ്ലാം ഷിഫയ്ക്ക് വേണ്ടിയുള്ള, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ഉണ്ടാക്കി തന്ന നന്മയുടെ മതമാണ് ഇസ്ലാം എന്നത് നമുക്കറിയാം. നോക്കൂ, നോമ്പ് സമയത്ത് ഒരാൾ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവുകയാണെങ്കിൽ അള്ളാഹ് എന്ത് പറയുന്നു? നോമ്പ് പിന്നെ നോക്കി ഖളാ വീട്ടിയാൽ മതി. എന്തിനാണ്? ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. യാത്രവേളയിൽ തണുപ്പിൻ്റെ കാഠിന്യം കാരണത്താൽ ഒതു പിടിക്കാൻ സാധിച്ചില്ല, കുളിക്കാൻ സാധിച്ചില്ല, എന്ത് പറയുന്നു അള്ളാഹ്?
തേമം ചെയ്താൽ മതി. എന്തുകൊണ്ട്? തണുപ്പ് ചൂടുള്ള വെള്ളം കിട്ടാൻ സമയത്തിൽ തണുപ്പ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? രോഗമുണ്ടാവരുത് എന്നതാണ്. രോഗത്തിൽ നിന്നിട്ട് വിഖായ, സംരക്ഷണം, അതാണ് ഏറ്റവും മുഖ്യം ഇസ്ലാം നൽകുന്നത്. ഒളുവിലൂടെ അങ്ങനെ തന്നെ, നമസ്കാരത്തിലൂടെ അങ്ങനെ തന്നെ. ഉദ്ദേശം അതാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ നമസ്കരിക്കുന്നത് വ്യായാമത്തിന് വേണ്ടിയാണ് എന്ന നിയ്യത്തോടുകൂടി നമസ്കരിക്കാൻ പാടില്ല. പക്ഷേ എത്ര പ്രത്യേകതയാണ് ആ നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, എത്ര നന്മയാണ് ആ നമസ്കാരത്തിലൂടെ പരലോകത്തിൽ ലഭിക്കാൻ പോകുന്നതല്ലാതെ ഈ ഇഹലോകത്തിൽ നിന്ന് ലഭിക്കുന്നത്. അവിടെ ചടഞ്ഞിരുന്നു കൊണ്ട് മുഖൈഫിൻ്റെ താഴെയോ ഹീറ്ററുടെ താഴെയോ, തണുപ്പ് കാലഘട്ടത്തിൽ ഹീറ്ററുടെ താഴെയോ ഇങ്ങനെ സ്വഹി നമസ്കാര സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെയാണോ ആവേശത്തോടെ ഉന്മേഷത്തോടെ ഉളു പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക്, ഹറമിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പോയി നമസ്കരിച്ച് മടങ്ങി വരുന്ന വ്യക്തി മടങ്ങുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഭൗതികമായിട്ട് തന്നെ ഉണ്ടാകുന്നതായ വ്യായാമം വേറെയുണ്ട്. അത് ഉദ്ദേശിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്രകാരം കൊല്ലത്തോട് കൊല്ലം 360 ദിവസം നാം പള്ളഠയായും കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ 30 ദിവസമോ 29 ദിവസമോ നിർബന്ധമായിട്ട് ആ പള്ളിക്ക് ഒരു വിശ്രമം പകൽ സമയത്ത് നൽകുന്ന വേളയിൽ അതിലൂടെ ഉണ്ടാകുന്ന എത്രയോ രോഗങ്ങൾ മാറാൻ അത് കാരണമായി തീരുന്നു എന്ന് ഇന്നത്തെ ആധുനിക അമുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വരെ സമ്മതിച്ചതായ പരമാർത്ഥവും യാഥാർത്ഥ്യവും സത്യവുമാണ്. അതെല്ലാം നമുക്കറിയാവുന്നതായ യാഥാർത്ഥ്യമാണ്. അത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് നന്മയാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് രോഗത്തിൽ വിട്ടുവിട്ട് നിൽക്കലാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അവരുടെ ഇഹപരലോക സമ്പാദ്യങ്ങൾക്ക് അനിവാര്യമായ ശൈലികളിൽ പെട്ടതാണ്. എന്ത്? അവർ വൃത്തിയുള്ളവരായി മാറണം. കൂനൂ കശ്ശാമത്തി ബൈനൽ ഉമം, സമൂഹത്തിൻ്റെ മുമ്പിൽ ക്ഷാമ പോലെ നിങ്ങളായി മാറണം എന്ന ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. നോമ്പ് പറഞ്ഞു, നാം നമസ്കാരം പറഞ്ഞു, അതുപോലെ തന്നെ ഹജ്ജ് നോക്കുങ്ങൾ. ഹജ്ജിലെന്താ പറഞ്ഞ്? അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ എന്നിട്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഹജ്ജ് വേളയിൽ തലയിൽ പേന് നിറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആൾ, അദ്ദേഹത്തിന് മുടി വെട്ടാനൊന്നും സമയം കണ്ട് കാണൂല, പേനൊക്കെ നിറഞ്ഞു കാണും. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വേളയിൽ കപ്പലിലൊക്കെ മണ്ട് കയറി വരുമ്പോൾ എന്ത് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഞാൻ കപ്പലിൽ ഹജ്ജിന് വന്ന ആളാണ് 41 കൊല്ലം മുമ്പ്. അപ്പോൾ ഒന്നിച്ചിട്ട് 3000, 2500 പേരൊക്കെ ഒരു കപ്പലിൽ ഇങ്ങനെ ഇടുങ്ങി 15 ദിവസം 8 ദിവസം 10 ദിവസമൊക്കെ താമസിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ ഭരിക്കും. ഞങ്ങളിങ്ങനെ മയ്യത്തിനെ കെട്ടി താഴ്ത്തും വെള്ളത്തിലേക്ക്. ഞാൻ ഓർക്കുന്നുണ്ട് മയ്യത്തിനെ കെട്ടി താത്തിയത്. എവിടേക്ക്? എന്തുകൊണ്ട്? ഫ്രിഡ്ജിലല്ലോ. മയ്യത്തിന് എവിടെ വെക്കാനാ? നാറൂലേ നാളെ വരെ വെച്ചാൽ. അപ്പോൾ കപ്പലിന് മരിച്ചാൽ അവിടെ തന്നെ താഴ്ത്താണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസമൊക്കെ നേരിട്ട് കൊണ്ടാണ് ഹജ്ജിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്രയാസമുള്ള സമയത്ത് മറ്റുള്ളവരുടെ തലയിലേക്കും പേര് കയറാതിരിക്കാനും രോഗം വ്യാപകമാവാതിരിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പന, നിങ്ങൾ മുടി വെട്ടാൻ പാടില്ല ആ സമയത്ത്. അതേസമയത്ത് അതിന് എന്ത് വേണം? നിങ്ങൾ നഷ്ടപരിഹാരമായിട്ട് ഒന്നിരിക്കലോ 6 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ 3 നോമ്പ് പിടിക്കണം, അല്ലെങ്കിൽ ഒരു ആടറക്കണം എന്നല്ലാഹുവിൻ്റെ കൽപ്പന വന്നു. അവിടെയും ഉദ്ദേശിക്കുന്ന വൃത്തിയാണ് ഇസ്ലാം. നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ ഇത് പ്രതിരോധ വകുപ്പ് കണ്ടെത്തുക എന്നത് മുലാദ്ന ഇപ്പോൾ പറയാം അല്ലേ? മുലാദ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് അല്ലേ? അതായത് രോഗം വരാതിരിക്കാനുള്ളതായ ജോലികൾ അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. റസൂൽ പഠിപ്പിച്ചല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ സുലുസുൻ ലി തആമിഹി വസുലുസുൻ ലി ശറാബിഹി വസുലുസുൻ ലി നഫസിഹി. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ധാരാളമുണ്ടല്ലോ, കുറേ മണിയും കൂടെ ഉണ്ട്, എന്തെങ്ങനെ തിന്നാലും അത് പറ്റൂല. പിന്നെയോ 3 ഭാഗം ഭക്ഷണം, 3 ഭാഗം വെള്ളം, 3 ഭാഗം ഒഴിവായി കിടക്കുക. എന്തിനാണ്? ശ്വാസം കഴിക്കാൻ. ഇല്ലെങ്കിൽ ശ്വാസം കഴിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ എന്നിങ്ങനെ വലിയ വലിയ ശബ്ദങ്ങളൊക്കെ വരാം. തീറ്റ പെരുത്തിട്ടേ ശ്വാസം കഴിക്കാൻ സ്ഥലമേതിരിക്കുമ്പോൾ ഏമ്പൾക്ക് ഇടാന്നൊക്കെ പറയും ചില നാടുകളിൽ അല്ലേ? അത് അവിടേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെ സൈറൺ കൂകുന്നതിന് മുമ്പ് തന്നെ നിർത്തണമെന്നുള്ള അർത്ഥത്തിലേക്കാണ്. മനസ്സിലായില്ലേ? ഈ 3 ഓഹരി വെക്കാൻ റസൂൽ കൽപ്പിക്കുന്നത്. ഈ ഹദീസ് അമേരിക്കയിൽ എവിടെയോ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പിൽ കോൺഫറൻസ് നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതിൽ എഴുതി വെക്കപ്പെട്ടു എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ. താഴെ മുഹമ്മദ് എന്ന് പേരും. ഈ മുഹമ്മദ് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവസാനം അത് റസൂലുള്ളയാണെന്ന് മനസ്സിലാക്കി പഠിച്ച് ഇസ്ലാം മതത്തിൽ കടന്നു വന്നതായ സഹോദരൻ്റെ കഥ ഞാൻ പഴയ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അതൊന്നും അത്ഭുതമല്ല. ഇസ്ലാം പഠിക്കുന്നത് ഇവിടെ പഠിച്ചാൽ വെറും തീപിടുത്തുണ്ടായതുകൊണ്ട് 1000-ഓളം ചൈനക്കാർ മുസ്ലിമായി ഈ ദിവസങ്ങളിൽ. എവിടെ? ഹായിൽ കേട്ടിട്ടില്ലേ? ഹായിൽ
1000-ഓളം. ഒരു പ്രാവശ്യം 32 പേര്, പിന്നെ 250 പേര്, പിന്നെ 250 പേര്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുള്ള റേഡിയോയിൽ ഞാൻ കേട്ടു, രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഏകദേശം 1000-ലേക്ക് എത്താൻ പോവുകയാണ് അവരുടെ എണ്ണം. അവിടെ സിമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതായ ചൈനക്കാരാണ്. എന്താ പ്രശ്നം? തീപിടുത്തം ഉണ്ടായി അവർ താമസിക്കുന്ന റൂമുകളിൽ ഏതോ ഒരു റൂമിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രബോധകന്മാർ കച്ച കെട്ടി ഒരുങ്ങി അവിടെ പോയി. എന്തിനാണ്? ആ മുസ്ലിങ്ങളാണ്, മുഴുവൻ ആ മുസ്ലിങ്ങളാണ്. അവരെ രക്ഷപ്പെടുത്താൻ, അവരെല്ലാവരെയും സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരെ രക്ഷപ്പെടുത്തും പോലെ മുഴുവൻ പേരെയും കഴിവിൻ്റെ പരമാവധി രക്ഷപ്പെടുത്തി അവർക്ക് ഭക്ഷണ സൗകര്യം ചെയ്തു കൊടുത്ത്, വെള്ളം സൗകര്യം ചെയ്തു കൊടുത്ത്, താമസ സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഒഴിവാക്കി വന്നു. എന്നിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ അവരിൽ നിന്നിട്ട് 32 പേര് ആ മക്തബ് ദഅവ അവരെ രക്ഷിച്ചതായ ഓഫീസ് അന്വേഷിച്ച് വന്നു, ഇസ്ലാം മതം വിശ്വസിച്ചു. പിന്നെ 250 പേര്, പിന്നെ 250 പേര്, ഇപ്പോൾ 1000-ഓളം പേര് മുഴുവനും മുസ്ലിങ്ങൾ പോവുകയാണ്. കാരണം മുസ്ലിങ്ങളുടെ നന്മ കണ്ടപ്പോൾ. അവർ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ താമസിച്ചു വരല്ലേ, അവർക്ക് ജ്യേഷ്ഠൻ അനുജനെ കണ്ടുകൂടാ, അവർക്ക് വാപ്പയും മക്കളുമായിട്ട് ബന്ധമില്ല. ആ രൂപത്തിലുള്ളതായ മൃഗതുല്യ ജീവിതമാണ് അവരുടെ നാട്ടിൽ നയിക്കുന്നത്. അങ്ങനെയുള്ള നാട്ടിൽ നയിച്ച് മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗം ഇവിടെ വന്നെത്തിയപ്പോൾ, ഈ സഹകരണം കണ്ടപ്പോൾ, ഈ സഹായം കണ്ടപ്പോൾ എന്താ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിന്നിട്ട് അവിടെ പ്രബോധനം ചെയ്യുന്നതായ ചൈനക്കാരായിരുന്ന പണ്ഡിതന്മാർ അവർക്ക് മറുപടി നൽകി. ഞങ്ങളുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് എന്ന് അവർ ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതെവിടെയൊന്നുമല്ല, ഇവിടെയാണ്. ഹായിൽ കേട്ടിട്ടില്ല? ഹായിൽ സംഭവിച്ചത് ദൂരമല്ല, ഇപ്പം അടുത്ത ദിവസങ്ങളിലാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ നന്മ നാം പ്രകടമാക്കി കാട്ടിക്കൊടുക്കാറില്ല, നമ്മുടെ നന്മ നാം തന്നെ അറിയാറില്ല. അതുകൊണ്ട് നാം സുബഹിസ്കാര സമയത്ത് കിടന്നുറങ്ങാണ്. നാം ഉൾക്കൊള്ളുന്ന ഈ മതം മനസ്സിലാക്കാത്തതുകൊണ്ട് നാം രാത്രി മുഴുവനും ഫിലിം കണ്ട് ജീവിക്കുകയാണ്. നാം രാത്രി മുഴുവനും വിനോദാഭാസങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. നാം ആ മതം പൊട്ടി ജീവിക്കുകയാണ്. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അപകടത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. സത്യത്തിലേക്ക് മടങ്ങാൻ നമുക്ക് തൻ്റെ ഇടവും കഴിവും കെൽപ്പും അതിന് അനിവാര്യമായ ഈ മാനിക ആവേശവും അള്ളാഹു നമുക്ക് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, നാം എവിടെയായിരുന്നു? ഇസ്ലാമിൻ്റെ നന്മകൾ എന്തിലൂടെ? രോഗം വരാതിരിക്കാൻ വേണ്ടി തന്നെയുള്ള മുൻകരുതൽ. അതിന് അൽ വിഖായ ഖൈറു മിനൽ ഇലാജ് എന്ന് അറബി പഴമൊഴി പറയും. അൽ വിഖായ, മുൻകരുതൽ എടുക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം. എന്തിനേക്കാൾ? രോഗം വന്ന ശേഷം ചികിത്സ കണ്ടെത്തുന്നതിനേക്കാൾ എന്നത്. അത് ഇസ്ലാമിൻ്റെ തത്വങ്ങളിൽപ്പെട്ടതാണ്. നാം നേരത്തെ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅ ഇല്ലാ വഅൻസല മഅഹു ദവാഅ. ഇവിടെ രോഗമുണ്ടെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ചികിത്സയും ഇറക്കിയിട്ടുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ബുഖാരിയിൽ 5678 നമ്പർ ഹദീസാണ് നിങ്ങൾ കേട്ടത്. എല്ലാ രോഗത്തിനും ഇവിടെ ചികിത്സയുണ്ട്. ആ പറ്റുന്ന കൊള്ളുന്ന ചികിത്സയിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സുഖം ലഭിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു 5678. ഇത് ഇങ്ങനെ ചികിത്സയെ കണ്ടെത്തുക എന്നത് ഖദറിന് വിപരീതമല്ല, അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസത്തിന് വിപരീതമല്ല. അള്ളാഹു